ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? നമ്മുടെ ഓണം റെസിപ്പിയുടെ രണ്ടാമത്തെ വിഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണ് ശർക്കര വരട്ടി. അപ്പം നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം ഞാൻ ആദ്യം കായ വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കായ നല്ലപോലെ പൊളിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. അപ്പം കായയിൽ എന്തെങ്കിലും വിഷാംശം ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റോളം വെച്ചതിന് ശേഷം നല്ലപോലെ ഉരച്ച് കഴുകി ഒരു തുണിയിൽ നല്ല തുടച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഉപ്പേരിക്കല്ലാത്ത പോലെ ഇത് കുറച്ച് കട്ടിയിലാണ് അരിഞ്ഞെടുക്കുക. അപ്പം ഈ ഒരു സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ വേറെ കുറച്ചും കൂടി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എണ്ണയിലേക്ക് ഉപ്പിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ ഉപ്പേരിയുടെ റെസിപ്പിയിലും ഇങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ അതേ ഇതിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേന്ത്രക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ അത് മൊരിയുന്നതിൻ്റെ പാകം അനുസരിച്ച് നോക്കിയിട്ട് അതൊന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ചും കൂടി സമയം വേണം. ഇത് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് സമയം വേണം. അപ്പം എണ്ണ നല്ല ചൂടായതിന് ശേഷം കായ ഇട്ടിട്ട് ഒന്ന് നല്ല ഫ്രൈ ആയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ, ഏകദേശം ഒരു ഓറഞ്ച് കളറ് ആവുന്നിടം വരെ, മാമ്പഴ കളറൊക്കെ ആവുന്ന ഒരു കളറാവുന്നിടം വരെ നല്ലപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ കായ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടിയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ചല്ല 1 ടീസ്പൂണ് ഈക്വലായിട്ട് 3 പൊടികൾ ഓരോ ടീസ്പൂണാണ് എടുക്കേണ്ടത്. അപ്പം ജീരകപ്പൊടി എടുക്കുന്നുണ്ട്, ചുക്കുപൊടി എടുക്കുന്നുണ്ട്, പിന്നെ ഏലക്കാപ്പൊടി എടുക്കുന്നുണ്ട്. എല്ലാം ഓരോ ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് അത് നല്ല മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മുടെ ശർക്കര പാനി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് അരിച്ചൊഴിച്ചെടുക്കണം. അതിൽ നിറയെ ചെളിയും മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയുടെ 1 ടീസ്പൂണും കൂടെ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് നല്ലൊരു മണം വരും. കണ്ടപ്പോൾ സദ്യയുടെ മണം ഒക്കെ വരുന്നുണ്ട് ഇത് ഇടുമ്പോഴത്തേക്കും. ഇനി നമുക്കതൊരു നൂൽ പരുവത്തിൽ നമുക്കതൊന്ന് ആക്കിയെടുക്കണം. നോക്കി നോക്കുക, ഒരു നൂൽ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. കായ ചേർത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശർക്കര എല്ലാ കായലിലേക്ക് എത്തുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ആ പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാ കായലിലേക്കും ഈ ശർക്കരയും പൊടിയും കൂടി ഇങ്ങനെ പൊതിഞ്ഞ് കോട്ട് ചെയ്തിരിക്കുന്ന പോലെയല്ലേ ശർക്കര വരട്ടി ഉണ്ടാവുക. അപ്പം ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പഞ്ചസാരപ്പൊടിയും എല്ലാവരും ചേർക്കാറുണ്ട്. പക്ഷേ ശർക്കരയും പഞ്ചസാരയും കൂടി ആകുമ്പോൾ ഒത്തിരി മധുരമാവും. അപ്പം അത്രയും മധുരം ആവശ്യമില്ലാത്തവർക്ക് അരിപ്പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് മധുരം കുറച്ച് മതി. അപ്പം ഞാൻ അരിപ്പൊടിയാണ് ഇടുന്നത്. ഇനി അതേപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ പൗഡറിൻ്റെ 1 ടീസ്പൂണും കൂടി ഇട്ട് ബാക്കി നമ്മൾ ആ മിക്സ് ചെയ്തിരിക്കുന്ന പൊടി ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓരോ ടീസ്പൂൺ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പം എല്ലാവരും ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.